വെൽക്കം ടു സാവൂസ് കിഡ്സ് കളക്ഷൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 7 വയസ്സായ ഒരു കുട്ടിക്ക് ടോപ്പ് തയ്ക്കുന്നതാണ്. സ്കേർട്ട് തയ്ക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ക്ലോത്തിലാണ് മെഷർമെൻ്റ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ലൈനിങ് ക്ലോത്ത് 2 ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. നമുക്കിതിനൊന്ന് 4 ആക്കി മടക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനിവിടെ 13 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് 2 ഭാഗത്തും ഇതുപോലെ 13 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്കൊരു ലൈൻ കൊടുത്തതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത്. തീരെ തടി കുറഞ്ഞ കുട്ടി ആയതുകൊണ്ടാണ് 4.5 ഇഞ്ച് എടുക്കുന്നത്. ആം ഹോളും ഞാൻ 4.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. നമുക്കിനൊരു ലൈൻ കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് വണ്ണം വരുന്നത് 22 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത്. നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണവും 7 ഇഞ്ച് തന്നെയാണ് വേണ്ടത്. 22 ഇഞ്ച് തന്നെയാണ് വേസ്റ്റും ചെസ്റ്റും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരയ്ക്കണം. അതിനായിട്ട് ഞാൻ 1 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ഒരു കർവ് കൊടുക്കുന്നുണ്ട്. ഞാൻ നെക്കിന് വിഡ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. ലെങ്ത്ത് നമുക്ക് 3.5 ഇഞ്ച് എടുക്കാം. ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചെടുക്കണം. ഞാനിപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒരു റൗണ്ട് കൊടുത്ത് ഒരു വി പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു നെക്കാണ് ഞാൻ ഫ്രണ്ടിൽ ചെയ്തെടുക്കുന്നത്. ബാക്കിലേക്ക് നെക്കിന് ഇറക്കം എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ബാക്കിൽ ഞാനൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ആദ്യം ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം മാത്രമേ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാവൂ. അപ്പം ഞാനിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബാക്ക് പാർട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് തുണി 2 ആക്കി മടക്കിയിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ 4 ആക്കി ഞാനിവിടെ മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ് പാർട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്ക് പാർട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ആം ഹോളും താഴ്ഭാഗവും മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. താഴെ വേസ്റ്റിൻ്റെ അവിടെ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഇതപ്പോൾ നമുക്ക് 2 പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നെക്ക് തയ്ക്കുന്ന സമയത്താണ് തയ്ച്ച് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് സ്ലീവിന് നമുക്ക് വിഡ്ത്ത് വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പം നമുക്ക് പഫ് സ്ലീവാണ് വെക്കുന്നത്. അതുകൊണ്ടൊരു 4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് പഫ് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ 10 ഇഞ്ചാണ് ഞാനിവിടെ സ്ലീവിന് ഇറക്കം എടുക്കുന്നത്. ഞാനിതിപ്പോൾ 4 ആക്കി മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. 2 ആക്കി മടക്കിയിട്ടാണ് ആദ്യം ഇട്ടിരുന്നത്. 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് ഇറക്കം വേണ്ടത് 3.5 ഇഞ്ചാണ് ടോട്ടൽ ഇറക്കം വേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടെ എടുത്ത് 4 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്കിനി ഒരു 1/2 ഇഞ്ച് പട്ടയും കൂടെ വരും. അപ്പോൾ ഞാൻ എല്ലായിടത്തും 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി താഴെ നിന്ന് 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്ലീവ് വരച്ചെടുക്കാം. ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയത് വരെ വേണം വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് വിട്ടെടുക്കേണ്ടത് 8 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിവിടെയും പ്ലീറ്റ്സ് ഇട്ടെടുക്കണം, അതുകൊണ്ടാണ് 8 ഇഞ്ച് എടുക്കുന്നത്. ഞാനിപ്പോൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കണം. നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിന് പട്ട വയ്ക്കാനായിട്ട് ഞാനിവിടെ 8.5 ഇഞ്ചിലാണ് തുണി കട്ട് ചെയ്യുന്നത്. നമുക്ക് 2 പീസ് തുണി ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് സ്ലീവിന് ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതുകൊണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനിവിടെ 8.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പട്ടയ്ക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത് 2 ഇഞ്ചിലാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഞാനിതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഞാൻ നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. ആവശ്യമെങ്കിൽ പിൻ കുത്തിയിട്ട് വേണമെങ്കിലും തയ്ക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തയ്ച്ച് കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ കട്ടിങ് ഞാൻ തയ്യലിൻ്റെ മുകളിൽ കൊള്ളാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ കഴുത്ത് നെക്കിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി എക്സ്ട്രാ നിൽക്കുന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഞാനിതിന് ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് താഴെ നിന്നും 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. 2 ഭാഗത്തും നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. മുകളിലേക്ക് ഞാൻ 4 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അറ്റത്ത് നിന്ന് ആണ് ഞാൻ തയ്ക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ തയ്യലിൻ്റെ വീതി കുറച്ച് കൊണ്ടുവരണം. എന്നിട്ടൊരു 1/4 ഇഞ്ച് നൂല് അവിടെ ഇട്ടതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ആ തയ്യൽ പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 2 ഭാഗത്തും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിലും ഇതുപോലെ ചെയ്യാം. ആദ്യം ഞാനിപ്പോൾ ഇവിടെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് പതിച്ച് തയ്ക്കണം. നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നെക്ക് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 2 ഷോൾഡറും ഒരുമിച്ച് വയ്ക്കുക. മെയിൻ ക്ലോത്തിന് നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ജോയിൻ്റ് കാണാൻ പറ്റില്ല. നല്ല വൃത്തിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടും കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത്. 2 ഭാഗത്തും ഇതുപോലെ ചെയ്യാം. മെയിൻ ക്ലോത്ത് രണ്ടും നല്ല ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കണം. ലൈനിങ് ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ. ഇനി നമുക്കിത് തയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുത്ത് നെക്കും ലൈനിങ്ങും ഒക്കെ ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ടക്കും എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നടുവിൽ ഹുക്ക് വെക്കാനായിട്ട് ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കതിൽ പട്ട വെച്ച് മടക്കി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു കഷ്ണം തുണിയും 3 ഇഞ്ച് വീതിയിൽ ഒരു കഷ്ണം തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ തുണിയുടെ നീളം നമ്മുടെ ടോപ്പിൻ്റെ നീളത്തേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം. ഒരു 14 ഇഞ്ചാണ് ഞാൻ നീളം എടുത്തിരിക്കുന്നത്. ഹുക്ക് വയ്ക്കാനായിട്ടുള്ള തുണി 1.5 ഇഞ്ചാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിതുപോലെ മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ക്കാം. ഇനി ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഈ ഭാഗത്ത് ഹുക്ക് വെക്കാനുള്ളതായതുകൊണ്ടാണ് 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് ഹുക്ക് കൊളുത്ത് വെക്കാനുള്ള പട്ട ഞാൻ 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. പട്ട ഞാൻ ഇതിൻ്റെ ബാക്ക് പാർട്ട് മോശം ഭാഗത്താണ്, ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല ഭാഗത്തേക്ക് മടക്കി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് 2 ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നിൽക്കുന്ന ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്ലീവിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഭാഗത്ത് നിന്നും തുടങ്ങി മാർക്കിങ് അവസാനിക്കുന്ന ഭാഗം വരെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിറയെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മുടെ ടോപ്പിൻ്റെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. നീളം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ പ്ലീറ്റ്സ് ഇട്ട് എടുത്താൽ മതി. നീളം കുറവാണെങ്കിൽ 1-2 പ്ലീറ്റ്സ് ഊരിയെടുത്താലും മതി. ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കൈയിൻ്റെ അറ്റത്തും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. അത് നമ്മൾ പട്ട എടുത്തിരിക്കുന്ന ആ ഒരു പട്ടയുടെ ഒരു നീളത്തിൽ വേണം പ്ലീറ്റ്സ് ഇട്ട് എടുക്കുവാനായിട്ട്. ഇനി നമുക്ക് പട്ട ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സ്ലീവും ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ലീവെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ ലൈനിങ് ക്രോസ് പീസായി വെട്ടിയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗത്തും ഇതുപോലെ പട്ട വെച്ച് മറിച്ച് തയ്ച്ചെടുക്കണം. അതിനായിട്ട് 3 പീസ് പട്ട ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ താഴെയെല്ലാം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഹെമ്മിങ് ചെയ്ത് തയ്യലെല്ലാം അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ ഭാഗം ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ശേഷം സൈഡ് തയ്ച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്ലീവിന് വിടുത്ത് വേണ്ടത് 3.5 ഇഞ്ചാണ്. അപ്പം 3.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അവിടുന്ന് ഇനി താഴെ നമുക്ക് 11 ഇഞ്ചാണ് വിടുത്ത് വേണ്ടത്. ഇപ്പോൾ ടോട്ടൽ വിടുത്ത് നോക്കുമ്പോൾ 13 ഇഞ്ചാണ് കിട്ടുന്നത്. ഇപ്പോൾ 2 ഭാഗത്തും 1 ഇഞ്ച് വീതം കുറച്ച് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ 2 ഭാഗത്തും ഞാൻ ഇതുപോലെ 1 ഇഞ്ച് ഞാൻ അടയാളം കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ അവിടെ നിന്നും താഴത്തേക്കൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.